കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഒരു ദിവസം നികേഷ് തൻ്റെ മൊബൈലിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ നോക്കിയിരിക്കുമ്പോൾ അത് കാണുന്ന നിധി അവനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അത് തൻ്റെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നും വേറെ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അവൾ തൻ്റെ ക്രഷ് ആണെന്നും തന്നെ നോക്കി അവൾ ചിരിക്കാറുണ്ടെന്നും അത് കണ്ട് തൻ്റെ കൂട്ടുകാരെല്ലാം തന്നെ കളിയാക്കാറുണ്ടെന്നും ഒരു ദിവസം ഏട്ടത്തി കോളേജിലേക്ക് വന്ന അവളെ കാണിച്ചു തരാമെന്നുമൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുഭാഷ് അങ്ങോട്ട് വന്ന് നികേഷിനെ കടയിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അവൻ പോയി കഴിയുമ്പോഴേക്കും സുഭാഷ് നിധിയോടായി പറയുന്നുണ്ട്. അവർ രണ്ടുപേരും സംസാരിച്ചിരിക്കുന്നത് കണ്ട് സന്തോഷമുണ്ടെന്നും ഇത്രയധികം സന്തോഷത്തോടെ ചിരിച്ച് സംസാരിക്കുന്ന നികേഷിനെ താൻ ഇതുവരെ കണ്ടിട്ടില്ലെന്നും ഇപ്പോൾ അവൻ നല്ല ഹാപ്പിയാണെന്നും സുഭാഷ് പറയുമ്പോൾ തനിക്കും നികേഷിനെ വളരെ ഇഷ്ടമാണെന്നും തന്റെ ഒരു കുഞ്ഞനിയനെ പോലെയാണെന്നും ഞങ്ങൾ തമ്മിൽ നല്ല കമ്പനിയാണെന്നും നിധി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വേറെ എവിടെയും താമസിക്കാതെ ഇവിടെ തന്നെ താമസിച്ചൂടെയെന്നും സുധീഷിന്റെ കാര്യം വിടെന്നും ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ താമസിച്ചൂടെയെന്നും നിധിക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ലെന്നും സുഭാഷ് പറയുമ്പോൾ അത് ശരിയാവില്ലെന്നും സത്യം എന്താണെന്ന് അറിയാതെയാണ് ഹരീഷും നികേഷും തന്നോട് പെരുമാറുന്നതെന്നും ഒരു നാൾ അവർ സത്യമെല്ലാം അറിയുമ്പോൾ തന്നെ തെറ്റുകാരിയായി കാണില്ലേ എന്നും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് മാറണമെന്നും നിധിയും പറയുന്നുണ്ട്. പിന്നീട് രാത്രിയാവുമ്പോൾ ഭാസ്കരൻ ഹാളിലേക്ക് എത്തുമ്പോഴാണ് എല്ലാവരുടെയും കൂടെ ഉറങ്ങാൻ കിടക്കുന്ന സുധീഷിനെ കാണുന്നത്. കല്യാണം കഴിഞ്ഞും സുധീഷ് അവരുടെ കൂടെ തന്നെ കിടക്കണ കണ്ട് ഭാസ്കരൻ അതിനെ ചോദ്യം ചെയ്ത് സുധീഷിനോട് നിധിയുടെ റൂമിൽ പോയി കിടക്കാൻ പറയുമ്പോഴേക്കും സുഭാഷ് അച്ഛനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അച്ഛനും വെറുതെ വിടാൻ തയ്യാറല്ലായിരുന്നു. അദ്ദേഹം വീണ്ടും സുധീഷിനെ വഴക്കു പറഞ്ഞ് റൂമിൽ പോവാൻ പറയുമ്പോൾ സുധീഷിനും അത് സന്തോഷമാവുന്നുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ വിരിപ്പും തലയണമെല്ലാം എടുത്ത് അച്ഛനെ അനുസരിച്ചുകൊണ്ട് നിധിയുടെ റൂമിലേക്ക് പോവാനായി എണീക്കുമ്പോഴേക്കും സുഭാഷും പരിഭ്രമത്തോടെ എഴുന്നേറ്റ് അവനെ തടയാനായി ശ്രമിക്കുന്നുണ്ട്. സുധീഷ് പരിഭ്രമത്തോടെ സുഭാഷിനെ നോക്കി നിൽക്കുമ്പോൾ നിധിയുടെ റൂമിന്റെ കതകിൽ തട്ടി വിളിക്കാനായി ഭാസ്കരൻ ആവശ്യപ്പെടുന്നുണ്ട്. വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ട് നിധി വന്ന് വാതിൽ തുറക്കുമ്പോഴേക്കും മുന്നിൽ തലയിണയും വിരിപ്പും പിടിച്ചു നിൽക്കുന്ന സുധീഷിനെയാണ് കാണുന്നത്. അവൾ പരിഭ്രമത്തോടെ നോക്കി നിൽക്കെ അച്ഛനാണ് റൂമിൽ കിടന്നുറങ്ങാൻ പറഞ്ഞതെന്ന് സുധീഷും. അത് കേൾക്കെ ഭാസ്കരനും നിങ്ങൾ രണ്ടാളും ഇപ്പോൾ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, എന്നിട്ട് രണ്ടുപേരും രണ്ടിടത്താണോ കിടക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അച്ഛനോട് പോയി കിടന്നുറങ്ങാനായി സുഭാഷ് പറയുന്നുണ്ട്. ഇദ്ദേഹം വീണ്ടും സുഭാഷിനെ വഴക്കു പറഞ്ഞ് സുധീഷിനോട് റൂമിനകത്തേക്ക് പോവാനായി പറയുമ്പോഴേക്കും സുധീഷ് റൂമിനകത്തേക്ക് കയറുന്നുണ്ട്. എന്തു ചെയ്യണമെന്നറിയാതെ നിധിയും അമ്പരപ്പോടെ നോക്കി നിൽക്കെ നിധിയും നിസ്സഹായതയോടെ സുഭാഷിനെ തന്നെ നോക്കി നിൽപ്പുണ്ട്. സുഭാഷ് വീണ്ടും അവനെ വിളിച്ചിറക്കാൻ നോക്കുമ്പോഴേക്കും എന്റെ അനിയന്റെ കൂടെ കിടന്നാലേ നിനക്കുറക്കം വരൂ എന്ന് ചോദിച്ച് സുഭാഷിനെ വഴക്കു പറയുമ്പോഴേക്കും നിധിയും ദേഷ്യത്തോടെ അകത്തോട്ട് കയറി പോകുന്നുണ്ട്. ഡോറടയ്ക്കാനായി ഭാസ്കരൻ വീണ്ടും വിളിച്ചു പറയുമ്പോഴേക്കും സുധീഷ് സുഭാഷിനെ പരിഭ്രമത്തോടെ നോക്കി നിൽപ്പുണ്ട്. അവനെ നോക്കി നിൽക്കാതെ ഞാൻ പറയുന്നത് കേൾക്കുന്ന ഭാസ്കരൻ പറയുമ്പോഴേക്കും സുധീഷും ആ ഡോർ അടയ്ക്കുന്നുണ്ട്. ദേഷ്യത്തോടെ നിധി സുധീഷിനെ നോക്കി നിൽക്കുമ്പോ ഞാൻ എന്തു ചെയ്യാനാ, അച്ഛൻ പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ എവിടെയെങ്കിലും നിലത്ത് കിടന്നോളാമെന്ന് പറഞ്ഞ് നിലത്ത് ഷീറ്റും വിരിച്ച് കിടപ്പുണ്ട് സുധീഷ്. നിധി ടെൻഷനോടെ ആ കട്ടിലേക്ക് ഇരിക്കുമ്പോഴേക്കും തനിക്ക് വേണ്ടി തന്റെ അച്ഛൻ ജീവിതത്തിൽ ഒരു നല്ല കാര്യം ചെയ്തെന്ന് സുധീഷും സന്തോഷത്തോടെ ഓർത്തു കിടക്കുന്നുണ്ട്. സുഭാഷ് അപ്പോഴേക്കും അച്ഛനെ കിടക്കാനായി ഉമ്മറത്തേക്ക് പറഞ്ഞുവിട്ട് ഉമ്മറത്തെ ഡോർ ലോക്ക് ചെയ്ത് നിധിയുടെ റൂമിന്റെ ഡോറിൽ തട്ടി സുധീഷിനെ വിളിച്ച് പുറത്തോട്ട് ഇറങ്ങി വരാനായി പറയുന്നുണ്ട്. അവന്റെ നിധി കേട്ട് നിധി ചെന്ന് പെട്ടെന്ന് തന്നെ ഡോർ തുറക്കുമ്പോ അവിടെ തന്നെ കിടന്നിരുന്ന സുധീഷിനെ പുറത്തേക്ക് വിളിച്ചിറക്കുന്നുണ്ട് സുഭാഷ്. അവൻ പുറത്തോട്ട് ഇറങ്ങുമ്പോഴേക്കും സുഭാഷ് ഏട്ടനെ താങ്ക്സ് പറഞ്ഞ് നിധിയും ആ ഡോർ ലോക്ക് ചെയ്യുന്നുണ്ട്. സുഭാഷും സുധീഷിനെ വഴക്കു പറഞ്ഞ് അവരുടെ കൂടെ കിടക്കാനായി പറയുമ്പോഴേക്കും ഹരീഷ് സുഭാഷിന്റെ ആ പ്രവൃത്തിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. മിണ്ടാതെ കിടന്നുറങ്ങുന്ന സുഭാഷ് പറയുമ്പോ ഈ വിധത്തിൽ ആദ്യമായ അച്ഛൻ ഒരു നല്ല കാര്യം ചെയ്തതെന്നും അച്ഛൻ പറഞ്ഞത് ശരിയല്ലേ, കല്യാണം കഴിഞ്ഞ ചേട്ടൻ അകത്തു തന്നെയല്ലേ കിടക്കേണ്ടത്, ഇപ്പോ അകത്ത് കിടന്ന സുധീഷേട്ടനെ വിളിച്ചോണ്ട് പുറത്തോട്ട് വന്നത് എന്തിനാ എന്നൊക്കെ ഹരീഷ് ചോദിക്കുമ്പോ എന്റെ കല്യാണം കഴിയുന്നതുവരെ ഒരു ജീവിതം തുടങ്ങില്ലെന്ന് അവൻ പ്രതിജ്ഞ എടുത്തതല്ലേ, അതുകൊണ്ട് അതുവരെ ഇവൻ ഉറങ്ങട്ടെ എന്ന് സുഭാഷ് പറഞ്ഞു കിടക്കുമ്പോഴേക്കും എല്ലാവരും കിടന്നുറങ്ങുന്നുണ്ട്. രാവിലെ എണീക്കുമ്പോഴും ഹരീഷിന്റെ ദേഷ്യത്തോടെയുള്ള പെരുമാറ്റം കണ്ട് സുഭാഷ് അവനെ ചോദ്യം ചെയ്യുമ്പോൾ ഇന്നലെ നടന്ന കാര്യങ്ങളെല്ലാം സുഭാഷ് ഏട്ടൻ മറന്നുപോയോ, സുഭാഷ് ഏട്ടൻ ഒരു ജീവിതം കിട്ടിയില്ലെങ്കിലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ നല്ല കാര്യം നടക്കുമ്പോൾ സുഭാഷ് ഏട്ടനാണ് ഏറ്റവും സന്തോഷമാവുക എന്നായിരുന്നു ഞങ്ങളുടെ വിചാരം, പക്ഷേ അതങ്ങനെയല്ലെന്ന് ഇന്നലെ മനസ്സിലായി. സുഭാഷ് ഏട്ടനെ അനിയന്മാരെ സുഭാഷ് ഏട്ടൻ നല്ല പോലെ നോക്കുന്നുണ്ടെന്ന് നാട്ടിലെല്ലാവരും പറയണം, അത്രേ ഉള്ളൂ എന്നൊക്കെ ഹരീഷ് ദേഷ്യത്തോടെ പറയുമ്പോ ഇങ്ങനെയൊന്നും പറയല്ലേ എന്നും തനിക്കത് നല്ല വിഷമമാവുമെന്നും സുഭാഷും പറയുന്നുണ്ട്. അത് കേൾക്കെ ഹരീഷും സുധീഷിനെ ആ റൂമിൽ നിന്നും ഇന്നലെ പിടിച്ചിറക്കിയതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരല്ലേ, പിന്നെ ഒരു റൂമിൽ ഒന്നിച്ചു കഴിഞ്ഞാൽ എന്താ, പിന്നെ എന്തിനാ സുഭാഷ് ഏട്ടൻ സുധീഷ് ഏട്ടനെ റൂമിൽ നിന്ന് പിടിച്ചു പുറത്തിറക്കിയത് ഒക്കെയുള്ള ഹരീഷിന്റെ ചോദ്യത്തിന് മുന്നിൽ ഒന്നും പറയാനാവാതെ നിൽക്കുകയാണ് സുഭാഷ്. സുഭാഷ് ഏട്ടന് കല്യാണം കഴിയും വരെ അവരൊന്നിച്ച് ജീവിക്കേണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ശരിയാണോന്ന് ഹരീഷ് ചോദിക്കുമ്പോ
അത് ശരി തന്നെയാണെന്ന് സുഭാഷും സമ്മതിക്കുന്നുണ്ട്. അതിൽ ശരി എന്താണുള്ളതെന്നും സുഭാഷ് ഏട്ടന് മുന്നേ ആര് കല്യാണം കഴിച്ചാലും അവരൊന്നിച്ച് ജീവിക്കാൻ പാടില്ലേ? റിസപ്ഷന്റെ അന്ന് സുഭാഷ് ഏട്ടൻ എന്താ പറഞ്ഞത്? എനിക്ക് മുന്നേ അവൻ കല്യാണം കഴിച്ചതിൽ എനിക്കൊരു വിഷമവുമില്ലെന്നും സുധീഷ് ഏട്ടൻ സന്തോഷത്തോടെ ജീവിച്ച് കണ്ടാ മതിയെന്നുമല്ലേ പറഞ്ഞതെന്നും ഇപ്പോ ആ സന്തോഷം വേണ്ടെന്ന് വെച്ചതിന്റെ കാരണം എന്താണെന്നും സുഭാഷ് ഏട്ടനൊരു കല്യാണം കഴിച്ച് ജീവിതം തുടങ്ങുന്നതുവരെ അവർ ജീവിതം തുടങ്ങേണ്ടെന്ന് പറയുന്നതിൽ എന്ത് ന്യായമാ ഉള്ളതെന്നും ഈ കാര്യം നമ്മുടെ വീട്ടിലെ വേറെ ആര് പറഞ്ഞതാണെങ്കിലും താൻ വിശ്വസിക്കുമെന്നും സുഭാഷ് ഏട്ടൻ ഇങ്ങനെ പറയുമെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്നും ഇത്രയും താരം താണ് ചിന്തിക്കാൻ സുഭാഷ് ഏട്ടൻ എങ്ങനെ കഴിഞ്ഞു? ഇതെല്ലാം തെറ്റാണെന്നും സുഭാഷ് ഏട്ടൻ ഇങ്ങനെ ചിന്തിക്കുമെന്ന് പോലും തനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നും വെറുപ്പോടെ പറഞ്ഞ് ഹരീഷും അകത്തോട്ട് കയറി പോകുന്നുണ്ട്. പിന്നീട് നികേഷ് നിധിയെ കോളേജിൽ കൊണ്ടുപോയി തന്റെ ഏട്ടത്തി അമ്മയാണെന്ന് പറഞ്ഞ് എല്ലാവർക്കും സന്തോഷത്തോടു കൂടി പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്റെ ഗേൾഫ്രണ്ടിനെ കുറിച്ച് നിധി ചോദിക്കുമ്പോൾ ഈ സമയത്ത് കോളേജിലേക്ക് വരേണ്ടതാണെന്നും ഇന്ന് കാണുന്നില്ലെന്നും പറഞ്ഞ് നികേഷ് നോക്കുമ്പോഴേക്കും അവൾ ഫ്രണ്ട്സിന്റെ കൂടെ ദൂരെ നിന്ന് നടന്നു വരുന്നത് നികേഷ് നിധിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവളെ നോക്കിക്കൊണ്ട് അവൾ നല്ല സുന്ദരിയാണെന്ന് നിധി പറയുമ്പോൾ തനിക്കും അവളെ നല്ല ഇഷ്ടമാണെന്നും അവൾ ഇടയ്ക്കിടെ എന്നെ നോക്കി ചിരിക്കാറുണ്ടെന്നും നികേഷ് പറയുമ്പോൾ എന്നാൽ അതൊന്ന് ചെക്ക് ചെയ്തിട്ടേ കാര്യമുള്ളൂവെന്ന് നിധിയും ഉറപ്പായും ചിരിക്കും, നോക്കിക്കോ എന്ന് പറഞ്ഞ് നികേഷ് കാത്തു നിൽക്കുമ്പോഴേക്കും അവൾ അങ്ങോട്ട് നടന്നു വരുന്നത് കണ്ട് നികേഷും ആകെ ടെൻഷനോടെ വിയർത്തു കുളിച്ച് നിൽപ്പുണ്ട്. അവന്റെ പരമേശമെല്ലാം കണ്ട് നിധി അവനെ കളിയാക്കുമ്പോൾ എനിക്കവളെ ഇഷ്ടമാണെങ്കിലും അവളെ ഓരോ തവണ കാണുമ്പോഴും അവൾ ചിരിക്കുമ്പോഴും താൻ ആകെ നെർവസ് ആവുമെന്ന് നികേഷും പറയുന്നുണ്ട്. പക്ഷേ നികേഷിന്റെയും നിധിയുടെയും പ്രതീക്ഷയെല്ലാം തെറ്റിച്ചോണ്ട് അവൾ നികേഷിനെ മൈൻഡ് ചെയ്യാതെ അവന്റെ അരികിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്തുപറ്റി? അവൾ മൈൻഡ് ചെയ്യുന്നേ ഇല്ലല്ലോ എന്ന് നിധി നികേഷിനോടായി ചോദിക്കുമ്പോൾ ചിരിക്കാറുള്ളതായിരുന്നു, ഇപ്പോ കണ്ട ഭാവം പോലും ഇല്ലല്ലോ എന്ന് നികേഷും ടെൻഷനോടെ പറയുന്നുണ്ട്. താൻ കൂടെയുള്ളതുകൊണ്ടാവുമെന്ന് നിധി ചോദിക്കുമ്പോഴേക്കും ചിലപ്പോ അതാകുമെന്ന് പറഞ്ഞ് ടെൻഷനോടെ നികേഷ് നോക്കുമ്പോഴാണ് അവൾ നടത്തത്തിനിടയിൽ തിരിഞ്ഞ് നികേഷിനോട് ചിരിക്കുന്നത് കണ്ട് നികേഷും സന്തോഷത്തോടെ നിധിയെ വിളിച്ച് ആ കാഴ്ച കാണിച്ചു കൊടുക്കുമ്പോഴേക്കും അവൾ പരിഭ്രമത്തോടെ ചിരി നിർത്തി തിരിഞ്ഞു നടന്നു പോകുന്നുണ്ട്. അവൾ ചിരിച്ചത് കണ്ട് നികേഷ് സന്തോഷത്തോടെ നിൽക്കുന്ന കണ്ട് ഒരു പെണ്ണ് നിന്നെ നോക്കി ചിരിച്ചതിൽ ഇത്ര സന്തോഷിക്കാൻ എന്താ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. എനിക്കതൊക്കെ വലിയ കാര്യമാണെന്ന് നികേഷ് പറയുമ്പോൾ ആ പെൺകുട്ടി ഏത് ഡിപ്പാർട്ട്മെന്റിലെ ആണെന്ന് നിധി ചോദിക്കുന്നുണ്ട്. അവൾ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ ആണെന്ന് പറയുമ്പോൾ നികേഷ് ഏതാ ഡിപ്പാർട്ട്മെന്റ് എന്ന് നിധിയും താൻ ബികോം ആണെന്ന് നികേഷ് പറയുമ്പോൾ ബികോം കഴിഞ്ഞ് വിദേശത്ത് പോയി ജോലി ചെയ്യാനാണോ പ്ലാൻ? ബികോം കഴിഞ്ഞ് അവിടെ പോയി ഏത് കോഴ്സ് ചെയ്യാനാ പ്ലാൻ എന്ന് നിധി ചോദിക്കുന്ന കേട്ട് അമ്പരപ്പോടെ വിദേശത്ത് പോയി പഠിക്കേ? ഞങ്ങളുടെ വീട്ടിൽ ആർക്കും പാസ്പോർട്ട് കിട്ടില്ലെന്നും അതുകൊണ്ട് പുറത്തെവിടെയും പോകാൻ കഴിയില്ലെന്നും നികേഷും പറയുന്നു. വിദേശത്തൊക്കെ പോയി പഠിക്കാനാണ് നികേഷിന്റെ ആഗ്രഹമെന്ന് സുധീഷ് എന്നോട് തക്കലയിൽ വെച്ച് പറഞ്ഞെന്ന് നിധി പറയുന്നുണ്ട്. ഈ ഡിഗ്രി തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ തനിക്ക് പാടാണെന്നും സുധീഷ് ഏട്ടൻ ഏട്ടത്തിയോട് എന്തൊക്കെയോ തട്ടിവിട്ടതാണെന്നും നികേഷ് പറയുന്ന കേട്ട് സംശയത്തോടെ ഹരീഷിന് എന്താ ജോലിയെന്ന് നിധി ചോദിക്കുന്നുണ്ട്. സുധീഷ് ഏട്ടൻ ഹരീഷ് ഏട്ടന്റെ ജോലിയെക്കുറിച്ച് എന്താ പറഞ്ഞതെന്ന് നികേഷ് ചോദിക്കുമ്പോൾ നിധിയും സുധീഷ് പറഞ്ഞത് ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് ഹരീഷിന്റെ ജോലി എന്താണെന്ന് പറ എന്ന് നികേഷിനോടായി പറയുന്നത് എന്തിനാ? നേരിൽ കൊണ്ടുപോയി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നികേഷ് അവളെയും കൂട്ടി ഹരീഷിന്റെ വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുന്നുണ്ട്. അതിനിടയ്ക്ക് സുധീഷ് തന്റെ ട്രാവൽസ് ഓണറായ തോമസ് ചേട്ടന്റെ അടുത്ത് ചെന്ന് ഓരോന്നെല്ലാം തട്ടിവിട്ട് വീണ്ടും ജോലി സംഘടിപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നികേഷ് നിധിയെയും കൂട്ടിക്കൊണ്ട് ഹരീഷിന്റെ വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുമ്പോഴേക്കും എന്തിനാ ഇങ്ങോട്ട് പോണതെന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. കാര്യമുണ്ടെന്ന് പറഞ്ഞ് നികേഷ് അവളെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജിൻഡോ അവരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നുണ്ട്. ഹരീഷേട്ടൻ എവിടെന്ന് നികേഷ് ചോദിക്കുമ്പോഴാണ് ഒരു സ്കൂട്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തി ഗ്രീസിലും ഓയിലിലും കുഴഞ്ഞ ഡ്രസ്സുമായി ആകെ മുഷിഞ്ഞ വേഷത്തിൽ ഹരീഷ് അങ്ങോട്ട് വരുന്നത്. അവന്റെ ആ രൂപത്തിലുള്ള കോലമെല്ലാം കണ്ട് നിധി അമ്പരപ്പോടെ അവനെ തന്നെ നോക്കി നിൽക്കെ ഹരീഷും പരിഭ്രമത്തോടെ അവളെ നോക്കിയിട്ട് അവൾക്ക് ഇരിക്കാനായി ഒരു ചെയറെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹരീഷേട്ടന്റെ കട കാണണമെന്ന് പറഞ്ഞു, അതുകൊണ്ടാ കൂട്ടിക്കൊണ്ടു വന്നേന്ന് നികേഷ് പറയുമ്പോൾ ഹരീഷ് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ അല്ലെന്ന് തെളിയിക്കാനാ നികേഷ് തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതെന്ന് നിധി തിരിച്ചറിയുന്നുണ്ട്. ഇതാണ് ഹരീഷേട്ടന്റെ മെക്കാനിസം എന്ന് നികേഷ് പറയുമ്പോൾ ഇത് തന്റെ സ്വന്തം കടയല്ലെന്നും താൻ ഇവിടുത്തെ ഒരു ജോലിക്കാരൻ മാത്രമാണെന്നും പറഞ്ഞ് നിധിയോട് ആ ചെയറിലേക്ക് ഇരിക്കാനായി പറയുന്നുണ്ട് ഹരീഷ്. അവൾ ആ ചെയറിലേക്ക് ഇരിക്കുമ്പോഴേക്കും ജിൻഡോയോട് ജ്യൂസും സ്നാക്സും എല്ലാം വാങ്ങി വരാനായി പറഞ്ഞു വിടുന്നുണ്ട് ഹരീഷ്. നിധി അതൊന്നും വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു 5 മിനിറ്റ് കൊണ്ട് താൻ ഓടി വരാമെന്ന് പറഞ്ഞ് ജിൻഡോ ജ്യൂസ് വാങ്ങിക്കാനായി പോകുന്നുണ്ട്. എന്താ പറയാതെ ഏട്ടത്തിയെ വിളിച്ചോണ്ട് വന്നെന്ന് ഹരീഷ് നികേഷിനോടായി ചോദിക്കുമ്പോൾ പറഞ്ഞിട്ട് വന്നാൽ എന്താ കുഴപ്പമെന്ന് നികേഷും. വെറുതെ ഈ വഴി പോയപ്പോ കട കാണണമെന്ന് പറഞ്ഞപ്പോ കൂട്ടിയിട്ട് വന്നതാണെന്ന് അവൻ പറയുന്നുണ്ട്. എത്ര വർഷമായി ജോലി ചെയ്യുന്നെന്ന് നിധി ചോദിക്കുമ്പോൾ 15 വയസ്സ് മുതൽ ഈ കടയിൽ തന്നെയാണ് ജോലിയെന്നും ഏട്ടത്തി എന്നോട് ഏത് കോളേജിലാ പഠിച്ചതെന്നൊക്കെ ചോദിച്ചില്ലേ, എനിക്ക് അപ്പോഴേ താൻ കോളേജിൽ പഠിച്ചില്ലെന്നുള്ള സത്യം പറയണമെന്നുണ്ടായിരുന്നുവെന്നും താൻ +2 വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂവെന്നും +2 തന്നെ 2 സബ്ജക്റ്റിൽ ഫെയിൽ ആയെന്നും ഹരീഷ് പറയുമ്പോഴേക്കും
തന്റെ അനിയൻ ഹരീഷ് ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആണെന്ന കാര്യം സുധീഷ് പറഞ്ഞതെല്ലാം നിധി ടെൻഷനോടെ ഓർക്കുന്നുണ്ട്. പിന്നീട് ജിൻഡോ ജ്യൂസുമായി വരുമ്പോഴേക്കും ഹരീഷ് അത് വാങ്ങി അവർക്ക് രണ്ടുപേർക്കും കുടിക്കാനായി നൽകുന്നുണ്ട്. സ്നാക്സ് കൊടുക്കുമ്പോഴേക്കും അതിൽ വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാമെന്ന് പറഞ്ഞ് നികേഷും നിധിയും ഹരീഷിനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. സുധീഷ് തന്നോട് പറഞ്ഞ കള്ളം വീണ്ടും തിരിച്ചറിഞ്ഞ നിധി ടെൻഷനോടെ ഡൈനിങ് ഹാളിൽ ഇരിക്കുമ്പോഴാണ് സുധീഷ് അങ്ങോട്ട് കയറി വരുന്നത്. നല്ല ചൂടാണെന്ന് പറഞ്ഞ് ഫാനെല്ലാം ഇട്ട് നിധിയുടെ അരികിലേക്ക് ഇരുന്നുണ്ട് ഒരു സെൻട്രലൈസ്ഡ് AC വീട്ടിൽ വെക്കണമെന്ന് പറയുന്നുണ്ട്. അവൾക്ക് നിധിയും AC മെക്കാനിക്കിനോട് ഇങ്ങനെയുള്ള ഒരു വീട്ടിൽ സെൻട്രലൈസ്ഡ് AC വെക്കാൻ കഴിയുമെന്ന് ചോദിക്കുന്ന അവനെ കളിയാക്കുന്നുണ്ട്. എന്നാ പിന്നെ നിധിയുടെ റൂമിൽ വെക്കാമെന്ന് പറഞ്ഞ് സുധീഷ് അവളെ സോപ്പിടാൻ നോക്കുമ്പോ ഇന്ന് താൻ നികേഷിന്റെ കൂടെ അവന്റെ കോളേജിൽ പോയെന്നും അവന്റെ പഠിത്തമെല്ലാം കഴിഞ്ഞ് എവിടെ പോണമെന്നാ സുധീഷ് പറഞ്ഞതെന്നും നിധി ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ എന്ത് നുണയാന്ന് തട്ടിവിട്ടതെന്ന് ഓർക്കുന്നില്ലല്ലോ എന്നാലോചിച്ച് അവന്റെ കൂടെയല്ലേ നിധി കോളേജിൽ പോയത്. അപ്പോ നികേഷ് ആ കാര്യം നിധിയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ എന്ന് സുധീഷ് പറയുന്ന നിധി വീണ്ടും പറയുമ്പോൾ സുധീഷ് പരിങ്ങലോടെ ഇരിക്കുന്നത് കണ്ട് പറഞ്ഞത് എന്താണെന്ന് മറന്നുപോയോ? സത്യം പറഞ്ഞ ഓർമ്മയിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ കള്ളം പറഞ്ഞ അത് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഒരു കള്ളമാണ് പറഞ്ഞതെങ്കിൽ കുഴപ്പമില്ല, 1,00,000 കള്ളം പറഞ്ഞവർക്ക് എങ്ങനെ ഓർമ്മയുണ്ടാവാനാ? നികേഷ് പഠിച്ച് വിദേശത്ത് പോവാനാ പ്ലാനെന്നും അവനെ വിദേശത്ത് പറഞ്ഞിരിക്കുന്നതാണ് എന്റെ സ്വപ്നമെന്നൊക്കെ പറഞ്ഞില്ലേ? അങ്ങനെയുള്ള ആൾക്കാണോ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഒരു പ്ലാനുമില്ലെന്ന് പറയുന്നത്? അത് പോട്ടെ, ഹരീഷ് എവിടെയാ ജോലി ചെയ്യുന്നത് എന്ന നിധിയുടെ ചോദ്യം കേട്ട് അവനെ പറ്റിയും എന്താ പറഞ്ഞതെന്ന് ഓർമ്മയില്ലല്ലോ, മറന്നുപോയല്ലോ എന്ന് സുധീഷ് ചിന്തിച്ചിരിക്കുമ്പോ തല ചുറ്റുന്നുണ്ടോന്ന് നിധിയും. നിങ്ങളുടെ സ്വന്തം വീടിനെ പറ്റി തന്നെ നിങ്ങൾ എന്തൊക്കെ കളങ്ങളാ പറഞ്ഞിരിക്കുന്നത്? ചേട്ടൻ മേസ്ത്രിയാണെന്നും അനിയൻ മെക്കാനിക്കൽ ഷോപ്പിലാ വർക്ക് ചെയ്യുന്നതെന്നും പറഞ്ഞ നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്ന് നിധി ചോദിക്കുമ്പോ അതെല്ലാം ഒരേ സമയത്ത് തന്നെ പറഞ്ഞ കള്ളങ്ങളല്ലേ? നേരത്തെ പറഞ്ഞ മറുപടി തന്നെയാ ഇതിനും പറയാനുള്ളത്. ഇയാൾ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് ഇവിടേക്ക് വരുമെന്നോ ഇവിടെ താമസിക്കുമെന്നോ താൻ ഓർത്തിട്ട് കൂടിയില്ലായിരുന്നുവെന്നും അയാളുടെ കല്യാണം കഴിഞ്ഞാൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വരുമെന്നായിരുന്നു ചിന്തിച്ചിരുന്നത്. ഏതോ ഒരു പെണ്ണ് എന്തെങ്കിലുമൊക്കെ അങ്ങ് വെറുതെ തട്ടിവിട്ടതാ. തന്നോട് ക്ഷമിക്കെന്ന് സുധീഷ് പറയുമ്പോ ഇങ്ങനെ കള്ളം പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഇപ്പൊ തന്നെ വീട് മുഴുവൻ സെൻട്രലൈസ്ഡ് AC ഫിറ്റ് ചെയ്യുമെന്നാ പറഞ്ഞത് എന്നൊക്കെ നിധി ദേഷ്യത്തോടെ പറയുമ്പോ അത് നിധിയും കണ്ടതല്ലേ. ഈ നാട്ടുകാർക്ക് പോലും ഒരു മതിപ്പുമില്ലാത്ത വീടായത്. ഞാനും ഇതൊരു വീടായി കണക്കാക്കിയതേയില്ല. ഇതെല്ലാം അന്നേ നിധിയോട് പറഞ്ഞിരുന്നെങ്കിൽ ഇയാൾ എന്നോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കില്ലായിരുന്നു. വെറുതെ കള്ളം പറയുന്നു പറയാതെ സത്യം പറഞ്ഞ ആരും എന്നോട് സംസാരിക്കാൻ പോലും തയ്യാറാവില്ല എന്ന് സുധീഷ് പറയുമ്പോ ഞാൻ സംസാരിച്ചില്ലെങ്കിൽ ഇയാൾക്ക് എന്താന്ന് നിധിയും. തനിക്കൊരു നഷ്ടവുമില്ലെന്നും ഇയാൾക്കാണേൽ ഇഷ്ടമില്ലാത്തൊരു കല്യാണം നടക്കുമായിരുന്നുവെന്നും ആ ഓസ്ട്രേലിയൻ കങ്കാരുവിന്റെ കൂടെ ഓസ്ട്രേലിയയിലേക്ക് പോകാമായിരുന്നുവെന്നും ഇങ്ങനെ ഇയാളുടെ ജീവിതം തന്നെ തുലഞ്ഞു പോകുമായിരുന്നുവെന്നും എന്നോട് സംസാരിച്ചത് കൊണ്ടാണ് ഇയാൾക്ക് നല്ലത് വന്നെന്നും സുധീഷ് പറയുന്നുണ്ട്. അപ്പോ എനിക്ക് നല്ലത് നടക്കാൻ വേണ്ടിയാണോ ഇയാൾ നുണ പറഞ്ഞതെന്ന് നിധി ചോദിക്കുമ്പോ തീർച്ചയായും ഞാൻ കള്ളം പറഞ്ഞുകൊണ്ടാണല്ലോ നിധി എന്നോട് സംസാരിച്ചത്. അതിന്റെ തുടർച്ചയാണല്ലോ ഇതെല്ലാം നടന്നത്. ചില നല്ല കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ചില കള്ളങ്ങൾ പറയാം എന്ന് സുധീഷ് പറയുന്ന കേട്ട് നിധിക്കും ആകെ ദേഷ്യം വരുന്നുണ്ട്. അവൾ തന്റെ ദേഷ്യം കടിച്ചമർത്തി അച്ഛൻ പറഞ്ഞ ഉടനെ റൂമിലേക്ക് വന്ന് കയറി കിടന്നത് എന്തിനാണെന്ന് സുധീഷിനോട് ചോദിക്കുന്നുണ്ട്. അച്ഛൻ പറയുന്നത് കേൾക്കണ്ടേയെന്നും ദിവസവും താൻ അവരുടെ കൂടെ കിടന്നുറങ്ങുമ്പോ ഹരീഷും നികേഷും അതിനെ ചോദ്യം ചെയ്യാറുണ്ടെന്നും അവർക്ക് നമ്മുടെ കാര്യമൊന്നും അറിയില്ലെന്നും അതുകൊണ്ടാ അച്ഛൻ വന്ന് പറഞ്ഞ ഉടനെ റൂമിൽ കയറി കിടന്നതെന്നും സുധീഷ് പറയുമ്പോ ഇങ്ങനെ നുണ പറയുന്ന ഒരുത്തനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് നിധിയും. വീടിനെയും വീട്ടുകാരെയും പറ്റി ഒരു കള്ളം പറഞ്ഞെന്ന് കരുതി തന്റെ ക്യാരക്ടറിനെ അവിശ്വസിക്കരുതെന്നും താനൊരു നന്മയുള്ളവനാണെന്നും ഒരു പെൺകുട്ടിയെ ഒരു പോറലും ഏൽപ്പിക്കാതെ ഭദ്രമായി തന്റെ വീട്ടിലെത്തിച്ചില്ലേ എന്നും ഏത് ഡിഗ്രി എടുത്താലും ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് വേണ്ടതെന്നും സുഭാഷ് ചേട്ടനെ സ്വന്തം ചേട്ടനായി കാണുന്ന പോലെ ഒരു ദിവസം എന്നെയും അങ്ങനെ കാണരുതെന്നും സുധീഷ് പറയുമ്പോ നിധിക്കും ചിരി വരുന്നുണ്ട്. അത് കാണെ സുധീഷിനും ആശ്വാസമാവുന്നുണ്ട്. പിന്നീട് സുധീഷിന്റെ അച്ഛൻ ഭാസ്കരൻ അവരുടെ കല്യാണ ഫോട്ടോയെല്ലാം ഫ്രെയിം ചെയ്ത് ചുമരിൽ കൊണ്ടുവന്ന് തൂക്കുന്നുണ്ട്. അത് കാണെ സുധീഷും സന്തോഷത്തോടെ നോക്കി നിൽക്കുമ്പോൾ നിധിക്കും അത് കണ്ട് ആകെ പരിഭ്രമമാവുന്നുണ്ട്. അത് കാണെ സുഭാഷും അച്ഛനെ വഴക്കു പറഞ്ഞ് താൻ ആൽബം വേണ്ടാന്ന് പറഞ്ഞതായിരുന്നുവല്ലോ, പിന്നെന്തിനാ ഈ ഫോട്ടോയെല്ലാം ഫ്രെയിം ചെയ്തെന്ന് ചോദിക്കുമ്പോൾ കേട്ടോണ്ട് നിന്ന ഹരീഷും ആൽബം വേണ്ടാന്ന് ചേട്ടൻ പറഞ്ഞിരുന്നോന്ന് ചോദിക്കുന്നുണ്ട്. സുഭാഷ് മറുപടി പറയാനാവാതെ നിൽക്കുമ്പോൾ ഫോട്ടോ വെച്ചാലേ വീട് സൂപ്പർ ആവുള്ളൂ എന്നും പറഞ്ഞ് ഭാസ്കരൻ പോകുമ്പോഴേക്കും നിധിയും സുഭാഷും ടെൻഷനോടെയും പരിഭ്രമത്തോടെയും അവിടുന്ന് മാറിപ്പോകുന്നുണ്ട്. സുധീഷ് സന്തോഷത്തോടെ നികേഷിനെ വിളിച്ച് ആ ഫോട്ടോ നോക്കി നിൽപ്പുണ്ട്. അവിടെ നിധി സുഭാഷിനോട് തന്റെ ടെൻഷൻ പങ്കുവെക്കുമ്പോഴാണ് ഹരീഷ് അങ്ങോട്ട് വന്ന് ആൽബം വേണ്ടെന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് സുഭാഷിനെ ചോദ്യം ചെയ്യുന്നത്. നിധി അകത്തോട്ട് കയറി പോകുമ്പോഴേക്കും സുധീഷ് ഏട്ടന്റെ കല്യാണം കഴിഞ്ഞതല്ലേ, അവരുടെ ഫോട്ടോ വീട്ടിൽ വെച്ചാ എന്താ കുഴപ്പം, എന്താ ആൽബം വേണ്ടെന്ന് പറഞ്ഞത്, ആൽബം വാങ്ങിക്കാൻ സുഭാഷ് ഏട്ടന്റെ കയ്യിൽ കാശില്ലായിരുന്നു എന്നൊക്കെ ഹരീഷ് ചോദിക്കുമ്പോൾ എല്ലാ ഫോട്ടോയും പെൻഡ്രൈവിൽ തന്നിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് ആൽബം വേണ്ടെന്ന് പറഞ്ഞതെന്നും സുഭാഷും പറയുന്നുണ്ട്. തനിക്കതൊന്നും വിശ്വാസമില്ലെന്നും സുഭാഷ് ഏട്ടൻ എന്താ ഇങ്ങനെ മാറിപ്പോയതെന്നും സുഭാഷ് ഏട്ടൻ എന്റെ മനസ്സിൽ വലിയ ഉയരത്തിലായിരുന്നുവെന്നും പക്ഷെ സുഭാഷ് ഏട്ടനോ തന്റെ കല്യാണം നടക്കാതെ
സുധീഷ് ഏട്ടനെയും ജീവിക്കാൻ സമ്മതിക്കില്ല. ഒരു ഫോട്ടോ ആൽബം കൂടി എടുക്കാൻ സമ്മതിച്ചില്ല. എന്താ സുഭാഷ് ഏട്ടന് കല്യാണം കഴിയാതെ വീട്ടിലൊരു ഫോട്ടോ തൂക്കാനും പാടില്ലേ? നിങ്ങളെ പറ്റി ഞാൻ ഇങ്ങനൊന്നും അല്ല വിചാരിച്ചത്. ഇതൊന്നും അത്ര നല്ലതല്ലെന്നും പറഞ്ഞ് ഹരീഷും ദേഷ്യത്തോടെ അവിടുന്ന് പോകുന്നുണ്ട്. അവിടെ സുനന്ദയുടെ അച്ഛൻ ഗൾഫിൽ നിന്ന് വരുന്നെന്നറിഞ്ഞ് ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് അമ്മായിയും സുനന്ദയും. അദ്ദേഹം ഒരു പാവമാണെന്നും നിന്നെ നല്ലൊരിടത്തേക്ക് കല്യാണം കഴിച്ച് അയക്കാനാണ് അദ്ദേഹം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നതെന്നും നിന്റെ കല്യാണം കഴിഞ്ഞ അദ്ദേഹത്തെ ഇങ്ങനെ കഷ്ടപ്പെടാൻ വിടില്ലെന്നും അവളുടെ അമ്മ പറയുമ്പോ അച്ഛൻ വരുന്നത് നേരത്തെ അറിയിക്കാഞ്ഞത് എന്താന്ന് സുനന്ദ ചോദിക്കുന്നുണ്ട്. എന്നോടും അതേക്കുറിച്ച് പറഞ്ഞില്ലെന്നും ടിക്കറ്റ് എല്ലാം എടുത്തതിനു ശേഷമാണ് തന്നെ അറിയിച്ചതെന്നും എന്തോ അർജന്റ് കാര്യത്തിനാ വരുന്നതെന്നും അവർ പറയുമ്പോ എന്ത് അർജന്റ് കാര്യമാണെന്ന് സുനന്ദ ചോദിക്കുന്നുണ്ട്. അച്ഛൻ ഇങ്ങോട്ടല്ലേ വരുന്നത്? വന്നതിനു ശേഷം അച്ഛനോട് തന്നെ ചോദിക്കുന്ന അവളുടെ അമ്മയും. അപ്പോഴേക്കും പുറത്തൊരു കാറിന്റെ ഹോൺ കേൾക്കുന്നുണ്ട്. അച്ഛൻ വന്നെന്ന് പറഞ്ഞ് സുനന്ദ സന്തോഷത്തോടെ അമ്മയെ വിളിച്ചോണ്ട് ഉമ്മറത്തോട്ട് വരുമ്പോഴേക്കും ഗംഗാധരമാമനും അവളുടെ അച്ഛനും കൂടി വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. അച്ഛനെ സന്തോഷത്തോടുകൂടി അകത്തേക്ക് സ്വീകരിച്ചിരുത്തി അച്ഛന്റെ അരികിൽ തന്നെ ഇരുന്ന് വിശേഷങ്ങളെല്ലാം ചോദിച്ചറിയുന്നുണ്ട് സുനന്ദ. അദ്ദേഹവും അവളോട് അവളുടെ വിശേഷങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. അവളുടെ അമ്മ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സ്പെഷ്യൽ ചായ കൊണ്ട് കൊടുക്കുമ്പോഴേക്കും എന്താ ഇത്ര പെട്ടെന്ന് അറിയിക്കാതെ വന്നത്, എന്ത് കാര്യത്തിനാന്ന് സുനന്ദ ചോദിക്കുന്നുണ്ട്. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ടെന്നും അവൾക്കൊരു പയ്യനെ കണ്ടുവച്ചിട്ടുണ്ടെന്നും പെട്ടെന്ന് നടത്താൻ വേണ്ടി നാട്ടിലേക്ക് വന്നതാണെന്നും അദ്ദേഹം പറയുമ്പോ പയ്യൻ എങ്ങനെയുണ്ടെന്ന് അവളുടെ അമ്മ ചോദിക്കുന്നുണ്ട്. അതൊരു നല്ല പയ്യനാണെന്നും തന്റെ കമ്പനിയിലെ സൂപ്പർവൈസർ ആണെന്നും അവനും കല്യാണാലോചന നടക്കുകയായിരുന്നുവെന്നും അവനോട് എന്റെ മോളുടെ കാര്യം സംസാരിച്ചെന്നും നല്ല ശമ്പളവും വീടുമൊക്കെ ഉണ്ടെന്നും ഒരു പ്രശ്നവുമില്ലാത്ത കുടുംബമാണെന്നും പയ്യനിപ്പോ നാട്ടിൽ ലീവിന് വന്നിട്ടുണ്ടെന്നും പെട്ടെന്ന് കല്യാണം നടത്തണമെന്നാണെന്നും സുനന്ദയുടെ ഫോട്ടോ താൻ അവരെ കാണിച്ചെന്നും അവർക്ക് ഇഷ്ടമായെന്നും നല്ലൊരു ആലോചനയാണെന്ന് തോന്നിയത് കൊണ്ട് ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു എന്നൊക്കെ അവളുടെ അച്ഛൻ പറയുന്നുണ്ടെങ്കിലും സുനന്ദയും ടെൻഷനോടെ അതിനെല്ലാം സമ്മതം മൂടിക്കൊണ്ടിരിപ്പ. വലിയ ആൾക്കാരാണെങ്കിൽ നല്ല തുക സ്ത്രീധനമായി കൊടുക്കേണ്ടി വരില്ലെന്ന് ആദ്യോടെ അവളുടെ അമ്മ ചോദിക്കുമ്പോ ഇവിടെയുള്ളതെല്ലാം സുനന്ദയ്ക്കല്ലേ എന്നും അവര് ചോദിക്കുന്നത് എന്തും അവർക്ക് കൊടുക്കാമെന്നും പറഞ്ഞത് കേട്ടിട്ട് ഇതൊരു നല്ല ആലോചനയാണെന്നും കല്യാണം ഉടനെ നടത്തണമെന്നും ഗംഗാധരമാമൻ കൂടി പറയുമ്പോഴേക്കും അവളുടെ അമ്മയും അതിന് സമ്മതം അറിയിക്കുന്നുണ്ട്. അവിടെ സുഭാഷിന്റെ വീട്ടിൽ സുഭാഷ് ഹരീഷ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് ടെൻഷനോടെ ഇരിക്കുമ്പോഴാണ് സുധീഷ് അരികിലേക്ക് വന്ന് നിധി നികേഷിന്റെ കൂടെ കോളേജിൽ പോയ കാര്യവും നികേഷിനെ പറ്റിയുള്ള സത്യങ്ങളെല്ലാം അവൾ അറിഞ്ഞതും പിന്നീട് ഹരീഷിന്റെ വർക്ക്ഷോപ്പിൽ പോയി അവനെ പറ്റിയും എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞതും തിരികെ വീട്ടിലെത്തി തന്നോട് അതിനെപ്പറ്റി ചോദിച്ചെന്നും പക്ഷേ ആദ്യത്തെ അത്രയും ദേഷ്യമില്ലായിരുന്നുവെന്നും സുധീഷ് സന്തോഷത്തോടെ പറയുമ്പോൾ നീ വാ തുറന്ന കള്ളം മാത്രമേ പറയൂ എന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നും അതുകൊണ്ടാ വെറുതെ വിട്ടതെന്നും ഇതൊന്നും നല്ലതല്ലെന്നും സുഭാഷും പറയുന്നുണ്ട്. അതൊന്നും കാര്യമാക്കേണ്ടെന്നും ഒരു ദിവസം നിധി തന്നെ ഇഷ്ടമാണെന്ന് പറയുമെന്നും ഞങ്ങൾ ഒരുമിച്ച് സന്തോഷമായി ഒരു ജീവിതം നയിക്കുമെന്നും സുധീഷും പ്രതീക്ഷയോടെ സുഭാഷിനോടായി പറയുന്നുണ്ട്. രാവിലെയായിട്ടും എണീക്കാതെ ഉറങ്ങിക്കിടക്കുന്ന നികേഷിനെയും ഹരീഷിനെയും സുധീഷിനെയും എല്ലാം നിധി വിളിച്ചുണർത്തുമ്പോഴേക്കും അവർക്കായി പറഞ്ഞിട്ടുള്ള ജോലികളെല്ലാം അവർ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കുന്നുണ്ട്. അവർ വീടെല്ലാം വൃത്തിയാക്കി ഇടുമ്പോഴേക്കും ഭാസ്കരനും സൈക്കിളിൽ പാട്ടും പാടിക്കൊണ്ട് അങ്ങോട്ട് വന്ന് ഉമ്മറത്തിരുന്ന് ബീഡി വലിക്കാനായി തുടങ്ങുമ്പോഴേക്കും നിധി അദ്ദേഹത്തെ വഴക്കു പറയുന്നുണ്ട്. പുറത്തുപോയി ബീഡി വലിക്കണമെന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ടെന്ന് നിധി ചോദിക്കുമ്പോൾ ഇത് ഇൻസൈഡ് അല്ല ഔട്ട് സൈഡ് തന്നെയല്ലേ എന്ന് ഇവിടെ ഇരുന്ന് വലിച്ച എന്താ കുഴപ്പമെന്നും ഭാസ്കരനും ചോദിക്കുന്നുണ്ട്. ഇത് വീടിന്റെ ഉമ്മറമാണെന്നും ഇവിടെ ഇരുന്ന് ബീഡി വലിച്ച ആ പുക മുഴുവൻ അകത്തേക്ക് കയറി പോകുമെന്നും എല്ലാവരും അത് ശ്വസിക്കുമെന്നും നിങ്ങൾക്ക് ബീഡി വലിക്കണമെങ്കിൽ ആരുമില്ലാത്ത സ്ഥലത്ത് പോയി ബീഡി വലിക്കുന്നു ഇത് പറയുമ്പോഴേക്കും ഇത് എന്റെ വീടാണെന്നും ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യുമെന്നും അത് ചോദ്യം ചെയ്യാൻ ഇയാൾ ആരാണെന്നും ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്. സുഭാഷും സുധീഷും നിധി പറയുന്നത് കേൾക്കാനായി അച്ഛനോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അവൾ പറയുന്നതെല്ലാം ഞാൻ കേൾക്കണമെന്ന് ഭാസ്കരനും താൻ പറയുന്നത് കേട്ടേ മതിയാവുമെന്നും വീടിന്റെ ഒരു 10 അടി ദൂരെ മാറി നിന്ന് വേണം പുകവലിക്കാനെന്നും പുകവലിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കാം, അതുമൂലം മറ്റുള്ളവരുടെ ആരോഗ്യം നശിപ്പിക്കാനുള്ള അധികാരമൊന്നും നിങ്ങൾക്കില്ലെന്നും നിധി പറയുമ്പോൾ കാരണം ദേഷ്യത്തോടെ സ്റ്റോപ്പ് ഇറ്റ്, പഠിപ്പിക്കാൻ വന്നേക്കുന്നു എന്ന് പറയുമ്പോഴേക്കും ഞാൻ പഠിപ്പിക്കുക തന്നെ ചെയ്യും. നിധിയും ദേഷ്യത്തോടെ പറയുന്ന കേട്ട് ഓക്കെ ശരി ഞാൻ പുറത്തു പോയിക്കോളാം, ഐ ലൈക്ക് ഇറ്റ് എന്ന് പറഞ്ഞ് ഭാസ്കരനും അവിടെ എഴുന്നേറ്റ് പോകുന്നുണ്ട്. അത് കാണെ സുഭാഷിനും ഹരീഷിനും നികേഷിനും സുധീഷിനും എല്ലാം സന്തോഷമാവുന്നുണ്ട്. പിന്നീട് എല്ലാവരും ജോലിക്ക് പോയി സുഭാഷ് അവിടെ അടുക്കളയിൽ ഓരോ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് സുനന്ദ അടുക്കള വാതിൽ വഴി ടെൻഷനോടെ അങ്ങോട്ട് വരുന്നത്. നിധി അവിടെ ഹാളിലിരുന്ന് ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. ടെൻഷനോടെ കണ്ണു നിറഞ്ഞ് സുഭാഷ് ഏട്ടാന്ന് സുനന്ദ വിളിക്കുമ്പോ ആ സുനന്ദ കഴിച്ചോന്ന് സുഭാഷ്. സുനന്ദയും മറുപടി ഒന്നും പറയാതെ സങ്കടത്തോടെ കരയുമ്പോഴേക്കും പരിഭ്രമത്തോടെ എന്താ കാര്യമെന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട്. അവളുടെ കരച്ചിൽ കേട്ട് നിധിയും അത് ശ്രദ്ധിക്കുമ്പോഴേക്കും സങ്കടത്തോടെ സുഭാഷിന്റെ നെഞ്ചിലേക്ക് വീണ് സുനന്ദ പൊട്ടിക്കരയുന്നുണ്ട്. സുഭാഷ് എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ അവളുടെ കരച്ചിൽ കേട്ട് വായനെല്ലാം നിർത്തി നിധിയും അങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ സുഭാഷിന്റെ നെഞ്ചത്ത് ചേർന്ന് കിടന്ന് പൊട്ടിക്കരയുന്ന സുനന്ദയാണ് കാണുന്നത്. വീട്ടിൽ തന്നെ പെണ്ണു കാണാനായി വരുന്നുണ്ടെന്നും സുഭാഷേട്ടന്റെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ തനിക്ക് കഴിയില്ലെന്നും
പക്ഷേ അവരോട് സുഭാഷേട്ടന്റെ കാര്യം സംസാരിക്കാനും തനിക്ക് കഴിയുന്നില്ലെന്നും താൻ എന്ത് ചെയ്യുമെന്നും ചോദിച്ച് സുനന്ദ പൊട്ടിക്കരയുമ്പോഴാണ് ആ കാഴ്ച കണ്ട് അവളുടെ അമ്മയും അച്ഛനും അങ്ങോട്ടെത്തുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.